നമസ്കാരം സർ. ഇപ്പൊ അയ്യപ്പനാണല്ലോ ലൈം ലൈറ്റിൽ പലതരത്തിൽ ചർച്ച നടക്കുന്നു. അയ്യപ്പ സംഗമം വേണമെന്നും വേണ്ടെന്നും ഓരോരുത്തർ ആദ്യം വേണമെന്ന് പറയുന്നു, പിന്നെ വേണ്ടെന്ന് പറയുന്നു, പിന്നെ സ്റ്റാലിൻ വരുന്നു, പിന്നെ സ്റ്റാലിൻ വരില്ല എന്ന് പറയുന്നു, മന്ത്രിമാരെ അയക്കുന്നു പറഞ്ഞു. എല്ലായിടത്തും എല്ലാവരുടെയും മനസ്സിൽ ഇപ്പോൾ ചർച്ച നടക്കുന്നത് അയ്യപ്പനെ കുറിച്ചാണ്. നമുക്ക് ഫേസ്ബുക്ക് തുറന്നാൽ അത് തന്നെ, യൂട്യൂബ് തുറന്നാൽ അത് തന്നെ. പക്ഷെ അതിനിടയിൽ കൂടെ വേറൊരു ചെറിയ ഒരു വാദം പതുക്കെ തല പൊക്കി വന്ന് ചർച്ചയാകുന്നുണ്ട്. അതായത് അയ്യപ്പൻ സനാതന ദൈവമല്ല, അദ്ദേഹം ശ്രീ ബുദ്ധൻ്റെ ഒരു റീഇൻകാർണേഷനോ അവതാരമോ അല്ലെങ്കിൽ ആ ഒരു പാതയിൽ കൂടെ പോകുന്ന ആളാണെന്നും അതിന് തെളിവായിട്ട് അവർ പറയുന്നത് ഹിന്ദു ദൈവങ്ങളൊന്നും തന്നെ കാടുകളിൽ ഇരിക്കുന്നില്ല. അയ്യപ്പസ്വാമി ഇരിക്കുന്നത് ശബരിമല, ഇത്രയും കാടുകളുടെ ഉള്ളിൽ കൂടെ പോകണം. അപ്പം അതുകൊണ്ട് ഒരു ഹിന്ദു ദൈവമല്ല അയ്യപ്പൻ എന്നൊരു ചർച്ചയ്ക്ക് അവർ പ്രാധാന്യം കൊടുത്ത് മുന്നോട്ട് കൊണ്ടുവന്നുകൊണ്ടിരിക്കുക. ഇതിനെ നമുക്ക് എങ്ങനെയാണ് സാർ ഒന്ന് അനലൈസ് ചെയ്ത് അതിനൊരു സാറിൻ്റെ ഉൾക്കാഴ്ച എന്താണ്? ഇതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അയ്യപ്പന്റെ കാര്യത്തിൽ മാത്രമല്ല, ഇപ്പൊ നമ്മുടെ ആഘോഷമായിട്ടുള്ള ഓണം സത്യത്തില് വാമനന്റെ ജന്മനാളാണ് തിരുവോണം, വാമനന്റെ ജന്മദിനമാണ്. പക്ഷെ ഇത് നമ്മൾ കഴിഞ്ഞ 1961 ഓണം നമ്മുടെ ദേശീയാഘോഷമായിട്ട് പ്രഖ്യാപിക്കുന്നു. പിന്നെ പലതരം ഇതിന്റെ ആഖ്യാനങ്ങൾ വരുന്നു. എന്ന് പറഞ്ഞാൽ ആ വാമനന്റെ ആ ഭാഗം എടുത്ത് കളഞ്ഞിട്ട് മാവേലി, സത്യത്തില് ഭാഗവതത്തിലെ കഥയില് അസുരനാണല്ലോ ഈ മഹാബലി. അസുരൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പുരാണത്തിലൊക്കെ ഈ അസുരൻ, രാക്ഷസൻ എന്നൊക്കെ പറയുന്നവരൊക്കെ ഈ മനുഷ്യരായിട്ടൊക്കെ ജനിച്ചിട്ടുള്ള ആളുകളാണ്. പക്ഷേ അവരന്നത്തെ കപട മതേതരവാദികളാണ്, അവര് സ്യൂഡോ സെക്യുലറിസ്റ്റുകൾ, അക്കാലത്തെ മാർക്സിസ്റ്റുകൾ എന്നൊക്കെ പറയാം. അവരെ ഉന്മൂലനം ചെയ്യാനാണ് ഈ അവതാരങ്ങൾ വരുന്നത്. അപ്പൊ വാമനൻ വന്നിരിക്കുന്നത് അങ്ങനെയാണ്. അതുകൊണ്ടാണ് ഈ വാമന ജയന്തി. ഇപ്പൊ തിരുപ്പതി ഭഗവാൻ വാമനനാണ്. തിരുപ്പതി ഭഗവാൻ, അത് നമ്മുടെ സംഘകാല സാഹിത്യമൊക്കെ നോക്കിക്കഴിഞ്ഞാല് തിരുപ്പതി ഭഗവാൻ വാമനാണ്, തിരുവോണം ആണ്. അവിടെ വെങ്കടേശ ജയന്തി എന്ന് പറയുന്നത് തിരുവോണം ആണ്. ഇപ്പൊ വാമന ഭഗവാന് വേണ്ടി അമ്പലം തൃക്കാക്കരയിലുണ്ടല്ലോ. തൃക്കാക്കരയിലുണ്ട്, 2000 കൊല്ലം പഴക്കമുണ്ട്. പക്ഷെ എന്നാലും ഇപ്പോൾ വാമന ജയന്തി എന്ന് താങ്കൾ പറഞ്ഞ പോലെ ഒരു അർത്ഥത്തില് ആളുകൾ കാണുന്നില്ല. ഓണം എന്നാകുമ്പോൾ ഒരു വലിയ കൊടവയറും ഇത്രയും വലിയ കപ്പടാമേശയും കുറെ ജട പിടിച്ച തലമുടിയൊക്കെ വിഗ്ഗുമൊക്കെ വെച്ച് നടക്കുന്ന ഒരു മാന്യ വ്യക്തിയാണ് കാണിച്ച അദ്ദേഹത്തിന്റെ ഒരു ഉത്സവമായിട്ട് മാറ്റുവാനായിട്ട് എന്താണ് നമ്മൾക്കിടയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? അങ്ങനെ വന്നത് ഒരു അജണ്ടയായിരുന്നു. ആ അജണ്ടയിൽ പല ആളുകൾക്കും പങ്കുണ്ട്. ഈ മാനുഷരെല്ലാരും ഒന്നുപോലെ എന്നുള്ള പാട്ടുണ്ടാക്കുക, ഇങ്ങനത്തെ പല പരിപാടി, അതൊക്കെ വളരെ റീസെന്റ് ആയിട്ടുള്ള സാധനമാണല്ലോ. ഇത് 5000 കൊല്ലം പഴക്കമുള്ള പാട്ടൊന്നും അല്ലല്ലോ. എന്ന് പറഞ്ഞ പോലെയാണ് ഇപ്പൊ അയ്യപ്പനെ ഈ ബുദ്ധനുമായിട്ട് ബന്ധിപ്പിച്ചു കഴിഞ്ഞാല്, ഒരു ബുദ്ധൻ മതം എന്ന് പറയുന്നത് വേറെ മതമാണല്ലോ. അപ്പൊ ഹിന്ദു മതവുമായിട്ട് ബന്ധപ്പെട്ട ആളല്ല അയ്യപ്പൻ എന്ന് വരുത്തിയിട്ട് അത് പിടിച്ചടക്കാനായിട്ട് ജിഹാദികള്, ഇടതുപക്ഷക്കാര് ഇങ്ങനെ ഒരു അജണ്ടയുടെ ഭാഗമായിട്ടാണ് കൊണ്ടുവരുന്നത്. ഇപ്പൊ ഡോക്ടർ TS ശ്യാംകുമാർ എന്ന് പറഞ്ഞൊരാള് ഈ ദലിത് ചിന്തകൻ എന്നൊക്കെ പറഞ്ഞ് ഈ ജിഹാദികളുടെ പിടിയിലായിട്ട് നടക്കുന്നുണ്ട്. കാരണം ജിഹാദികളുടെ ഒരു പ്രസിദ്ധീകരണ സ്ഥാപനമാണ് ഇയാളുടെ പുസ്തകങ്ങളൊക്കെ പ്രസിദ്ധീകരിക്കുന്നത്, ഇന്ത്യ മറ്റേ അതർ ബുക്സ് എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അങ്ങേരിപ്പോൾ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്തിന് അയ്യപ്പ സംഗമം അവർണർക്ക് ശബരിമല വിട്ടുകൊടുത്തുകൂടെ എന്ന് പറയുന്നത്. അതെങ്ങനെയാ ശരിയാവുക? പന്തളം രാജകുടുംബം ദത്തെടുത്ത് വളർത്തി രാജകുമാരനായി വാഴിച്ച അദ്ദേഹം എങ്ങനെയാണ് അവർണ സമുദായത്തിൻ്റെതാവുന്നത്? അങ്ങനെ ഹിന്ദുത്വത്തിൽ ഹരിഹരപുത്രൻ. അപ്പം നമ്മൾ അതിൽ വിശ്വസിക്കുന്നില്ല. പക്ഷെ എങ്കിൽ പോലും ഇങ്ങനെ ഒരു ചർച്ച കൊണ്ടുവരുന്നതിന് പുറകിലൊരു അജണ്ടയില്ലേ സാർ? ജിഹാദി ഇടതുപക്ഷ അജണ്ടയുണ്ട്. അതുകൊണ്ട് നമുക്കിത് കുറച്ച് ഇവരുടെ ഒരു 5-6 വാദങ്ങളുണ്ട്. ആ വാദങ്ങളും അതിൻ്റെ ഒരു പ്രതികരണവും ഞാൻ പറയാം. ഒന്നാമത്തെ വാദം ഇവരുടെ ശരണം എന്ന് പറഞ്ഞിട്ടെ, സ്വാമി ശരണം എന്നെല്ലാവരും പറയുമല്ലോ അയ്യപ്പന്മാര്. സ്വാമി ശരണം, അയ്യപ്പ ശരണം. അതെ, അതിൽ ശരണം എന്ന് പറഞ്ഞിട്ടൊരു വാക്കുണ്ടല്ലോ. ആ വാക്കിൽ ഇവരൊന്ന് പിടിച്ചു തൂങ്ങുന്നു. എന്നിട്ട് പറയാണ് ബുദ്ധം ശരണം ഗച്ഛാമി, സംഘം ശരണം ഗച്ഛാമി എന്നൊക്കെ പറഞ്ഞിട്ട് ഈ ശരണം എന്ന് പറഞ്ഞ വാക്ക് വരുന്നത് കൊണ്ട് ബുദ്ധനുമായി ബന്ധപ്പെട്ട ആളാണ് അയ്യപ്പൻ. ഇതിന്റെ വാസ്തവം എന്താന്ന് വെച്ചാൽ ശരണം വിളി ബുദ്ധമതത്തിൽ ഇല്ല. ബുദ്ധ വിഹാരങ്ങളിലോ ബുദ്ധ ക്ഷേത്രങ്ങളിലോ ശരണം വിളി ഇല്ല. പിന്നെ
ത്രിശരണം എന്നാണ് ഇതിന് പറയുന്നത്. ബുദ്ധൻ ശരണം ഗച്ഛാമി, സംഘശരണം ഗച്ഛാമി എന്നുള്ളതിന്. അത് വിളിച്ചു പറയലല്ല. ഒരു ബുദ്ധ തീർത്ഥാടകരും അങ്ങനെ വിളിക്കാറില്ല. ത്രിശരണം ഒരു മന്ത്രവുമല്ല. പക്ഷേ നമുക്ക് ഹിന്ദുക്കൾക്ക്, സനാതന ഹിന്ദുക്കൾക്ക് അമ്മേ ശരണം, ദേവി ശരണം, മുത്തപ്പൻ ശരണം എന്ന് പറഞ്ഞ് നമ്മൾ ബുദ്ധമതത്തിന് ശരണം, ഭദ്രേ ശരണം എന്ന് പറഞ്ഞാല് ചോറ്റാനിക്കരയില് നമ്മൾ പോകുന്നത്. ബുദ്ധമതത്തിന് മുമ്പേ നമ്മൾ ശരണം എന്ന് പറയുന്നുണ്ട്. കുട്ടികൃഷ്ണന്മാരുടെ ആത്മകഥയുടെ പേര് ശരണാഗതി എന്നാണ്. അങ്ങനെ ബുദ്ധമതക്കാരനാണ്. അപ്പോ പിന്നെ ഗീത, ഭഗവത്ഗീതയിൽ ഭഗവാൻ പറയണേ മാമേകം ശരണം വ്രജ. അപ്പൊ ബുദ്ധമതത്തിൽപ്പെട്ട ആളാണോ ഭഗവാൻ ശ്രീകൃഷ്ണൻ? ഭഗവത്ഗീതയൊക്കെ എത്രയോ കാലം മുമ്പുള്ളതാണ്. അതിൽ പറയുന്നു മാമേകം ശരണം വ്രജ. വിഷ്ണു സഹസ്രനാമത്തിൽ ശരണം എന്ന് പറയുന്നുണ്ട്. ബുദ്ധന് മുൻപല്ലേ ഇതൊക്കെ? ബുദ്ധന് മുമ്പേ ശരണം ഉണ്ടെന്ന്. അപ്പോ ശരണാർത്ഥി, ശരണാശ്രയൻ എന്നൊക്കെ നമ്മൾ പറയും. ശരണാഗതി എന്ന് പറയുന്നത് നമ്മുടെ തത്വം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ശരണം എന്ന് പറഞ്ഞാൽ വിഷ്ണുവിൽ അല്ലെങ്കിൽ ശിവനിൽ ശരണം പ്രാപിക്കുക എന്നുള്ളതാണ്. പക്ഷെ ബുദ്ധമതത്തില് ശരണം പ്രാപിക്കൽ എന്ന് പറഞ്ഞൊരു സംഭവം ഇല്ല. അങ്ങോട്ട് ഒരു ദൈവത്തിൽ സമർപ്പിക്കൽ എന്ന് പറഞ്ഞത് ബുദ്ധൻ വിലക്കിയിട്ടുണ്ട്. സാർ, ഒരു സംശയം ഞാൻ ചോദിച്ചോട്ടെ. അപ്പൊ അങ്ങനെയാണെങ്കിൽ ബുദ്ധമതം നമ്മളുടെ സനാതന ധർമ്മത്തിൽ നിന്നല്ലേ ശരണം എന്നുള്ളത് എടുത്തത്? കാരണം ഇത് വരുന്നതിന് എത്രയോ നൂറ്റാണ്ടുകൾ പഴകിയ മതമാണ് നമ്മളുടെ. അത് ഞാൻ അവസാനം പറയാം. കാരണം അത് വജ്രയാന ബുദ്ധിസമാണ് കേരളത്തിൽ ഉണ്ടായിരുന്നത്. വജ്രയാന ബുദ്ധമതത്തിൽ നമ്മുടെ ദേവിമാരെയൊക്കെ എടുത്തിരുന്നു. അങ്ങനെയാണ് കാവുകൾ വന്നത്. അത് അവസാനം പറയാം. അപ്പോ ബുദ്ധൻ പറഞ്ഞ വാചകം ഞാൻ പറയാം. അതുകൊണ്ട് ആനന്ദ, നിങ്ങൾ സ്വാവലംബികളും സ്വാശ്രയന്മാരും ആയിത്തീരുവിൻ. സ്വാശ്രയന്മാരും ആയിത്തീരുവിൻ എന്ന് പറഞ്ഞാൽ സ്വാശ്രയ കോളേജ് സ്ഥാപിക്കണം എന്നല്ല. അപ്പൊ സ്വയം ദീപമാകുക എന്നാണ്. ധർമ്മത്തെ ദീപ്തമാക്കുക, തന്നെ ശരണം പ്രാപിക്കുക, ധർമ്മത്തെ ശരണം പ്രാപിക്കുക. ബുദ്ധന്റെ വാചകങ്ങളാണ് ഞാൻ പറഞ്ഞത്. അല്ലാതെ ആത്മസമർപ്പണം എന്ന് പറഞ്ഞിട്ട്, അല്ല മറ്റേ ദൈവത്തിൽ പോയി സമർപ്പണം എന്ന് പറഞ്ഞ ഹിന്ദു മതചിന്ത ബുദ്ധമതത്തിൽ ഇല്ല. അത് അപ്പോൾ അയ്യപ്പനെ ഒരു കറുത്ത വേഷമൊക്കെ ഇട്ട് മണ്ഡലകാലത്ത് നടക്കുന്ന ഒരു അയ്യപ്പനുണ്ടല്ലോ, ആ അയ്യപ്പന് സ്വാമി അയ്യപ്പൻ മാത്രമാണ് ശരണം. അതാണ് വ്യത്യാസം ഹിന്ദു മതത്തിലെ ശരണം എന്ന് പറഞ്ഞ വാക്കിന്റെ. ഇനി രണ്ടാമത്തെ ഇവരുടെ ഒരു വാദം, ബുദ്ധവിഹാരങ്ങൾ മുഴുവൻ കാട്ടിന്റെ ഉള്ളിലാണ്. ശബരിമല കാട്ടിന്റെ ഉള്ളിലാണ്. അപ്പൊ അത് ബുദ്ധമത ക്ഷേത്രം ആണ്. ഇതാണ് വാദം. നമുക്ക് നോക്കാം. ബുദ്ധകാലത്ത് ഈ വിഹാരങ്ങളൊക്കെ സ്ഥാപിച്ചത് കാട്ടിലല്ല, നഗരങ്ങളിൽ തന്നെ. അപ്പോ ഒന്നാമത് ഈ ബുദ്ധ ഭിക്ഷുക്കൾക്ക് ഭക്ഷണം പാചകം ചെയ്യാൻ പാടില്ല. അവര് തെണ്ടി തിന്നണം എന്നാണ്. തെണ്ടി തിന്നണം എന്നുണ്ടെങ്കിൽ ജനങ്ങൾ വസിക്കുന്ന സ്ഥലത്തല്ലേ തെണ്ടാൻ പറ്റുള്ളൂ. അതിരിക്കട്ടെ. ബുദ്ധകാലത്ത് സ്ഥാപിച്ചത് നഗരങ്ങളിലാണ്. ബിംബിസാരൻ ബുദ്ധന് കൊടുത്ത രാജഗൃഹം, നമ്മൾ ബീഹാറിൽ രാജഗൃഹിൽ പോകുന്നില്ലേ? പാട്നയുടെ തൊട്ടടുത്തല്ലേ, ഓട്ടോറിക്ഷ പോകാവുന്ന ദൂരേ ഉള്ളൂ രാജഗൃഹം. ബിംബിസാരൻ കൊടുത്ത രാജഗൃഹം ഉദ്യാനമായിരുന്നു, നഗരത്തിലെ ഉദ്യാനം. പിന്നെ അതിൻ്റെ പേര് വേജവനം എന്നായിരുന്നു. കോസലത്തിലെ അനാഥ പണ്ഡികൻ എന്ന് പറഞ്ഞ ധനികൻ ബുദ്ധന് കൊടുത്ത ജേതവനവും പൂന്തോട്ടമായിരുന്നു, ആരാമം ആയിരുന്നു. കോസലത്തില് വിശാഖ എന്ന് പറഞ്ഞ ഉപാസിക ബുദ്ധന് കൊടുത്ത പൂർവാരാമം എന്ന് പറയുന്നത് മാളികയായിരുന്നു. ഇതൊക്കെ നഗരങ്ങളിലാണ് ബുദ്ധന് കൊടുത്തിരിക്കുന്നത്. ബുദ്ധഭിക്ഷു ഈ പറഞ്ഞ പോലെ തെണ്ടി ജീവിക്കണം. അയാൾക്ക് കൃഷി ചെയ്യാൻ പറ്റില്ല, അയാൾക്ക് പാചകമില്ല, കാട്ടിൽ കൃഷിയും സംഭവമൊന്നുമില്ലല്ലോ. അതിനാൽ ജനവാസ മേഖലയിൽ തന്നെയാണ് ബുദ്ധഭിക്ഷുക്കൾ ഉണ്ടായിരുന്നത്. അപ്പൊ ആ വാദം പൊളിഞ്ഞു. മൂന്നാമത്തത്, ഹിന്ദുക്കളുടെ ക്ഷേത്രങ്ങളൊന്നും കാട്ടിലല്ല, അസംബന്ധമാണിത്. കാരണം കേദാർനാഥ്, ബദ്രീനാഥ്, കേദാറിലേക്ക് ഇപ്പോഴും 16 കിലോമീറ്റർ നടന്നു പോകണം. ശ്രീശൈലം, ഭീമശങ്കർ, വയനാട്ടിലെ തിരുനെല്ലി, ഇതൊക്കെ കാട്ടിൻ്റെ ഉള്ളിലാണ്. ക്ഷേത്രത്തിന് ചുറ്റും ഒരു ക്ഷേത്രം ആദ്യം ഉണ്ടാവുക, ഇതിന്റെ ചുറ്റും പിന്നീട് നഗരം ഉണ്ടാവുകയാണ്. നഗരം ഉണ്ടായിട്ട് നഗരത്തിൽ കൊണ്ടുപോയി ക്ഷേത്രം പണിയല്ല. ഒരു കാട്ടിലോ കാട്ടുപ്രദേശത്തോ ക്ഷേത്രം ഉണ്ടായിക്കഴിഞ്ഞാൽ ഇതിന്റെ ചുറ്റും പിന്നെ നഗരം ഉണ്ടായി വരും.
അങ്ങനെയാണ് സംഭവം. അപ്പൊ അതും തീർന്നു. 4, ബുദ്ധവിഹാരത്തിൽ സ്ത്രീ പ്രവേശനമില്ല. ശബരിമലയിലും സ്ത്രീ പ്രവേശനമില്ല. ശബരിമലയില് സ്ത്രീ പ്രവേശനം ഇല്ലാതായിട്ടൊക്കെ അടുത്ത കാലത്താണ് കേട്ടോ. നമ്മുടെ ആ TK നായരില്ലേ, മൻമോഹൻ സിംഗിന്റെ സെക്രട്ടറി ആയിരുന്ന ആറന്മുളക്കാരൻ, അങ്ങേര് പറഞ്ഞിട്ടുണ്ടല്ലോ അങ്ങേരുടെ മുത്തശ്ശിയൊക്കെ ശബരിമലയിൽ പോയിട്ടുണ്ടെന്ന്. ഇതൊക്കെ കുറച്ചു കാലല്ലേ ആയുള്ളൂ. അതിരിക്കട്ടെ, ബുദ്ധവിഹാരത്തിൽ സ്ത്രീ പ്രവേശനമില്ല, ശബരിമലയിലും സ്ത്രീ പ്രവേശനവും ഇല്ല. അപ്പൊ ഒരു ബുദ്ധവിഹാരമാണ് ശബരിമല. ഇതാണ് ഇവരുടെ വാദം. നോക്കാം. അതായത് ബുദ്ധൻ, വളർത്തമ്മ, ഭാര്യ ഇവർക്കൊക്കെ സന്യാസം കൊടുത്തിരുന്നു. അപ്പൊ പിന്നെ സ്ത്രീ പ്രവേശനം ഇല്ല ബുദ്ധമതത്തില്. ഭിക്കുനി സംഘം ഉണ്ടായിരുന്നു. ഭിക്കുനി എന്ന് പറഞ്ഞാൽ സ്ത്രീ, ഭിക്ഷുവിന്റെ സ്ത്രീലിംഗം. ഭിക്കുനി സംഘം അദ്ദേഹം രൂപവൽക്കരിച്ചിരുന്നു ബുദ്ധൻ. സ്ത്രീകളായ സന്യാസിമാര്, അവർക്ക് 8 നിയമങ്ങൾ പ്രത്യേകം ഉണ്ടാക്കിയിരുന്നു. ആ 8 നിയമത്തിൽ 3-ാമത്തെ നിയമം എന്താണെന്നറിയോ? ഭിക്ഷുക്കൾ, പുരുഷ ഭിക്ഷുക്കൾ ഇല്ലാത്ത ഗ്രാമത്തിൽ താമസിക്കരുത്. ഇങ്ങനെയാണ്, പ്രൊട്ടക്ഷന് വേണ്ടി. അപ്പോ ഹിന്ദുക്കളാണ് സ്ത്രീ പ്രവേശനം സത്യത്തിൽ നൽകാത്തത് ആണല്ലോ പല സ്ഥലത്തും. നമ്മള് തളിപ്പറമ്പോ ഇല്ലേ ഒക്കെ ചില സ്ഥലത്ത് സന്ധ്യ കഴിഞ്ഞിട്ടല്ലേ സ്ത്രീകൾക്ക്. അത് ഓരോരോ അമ്പലത്തിന്റെ ആചാരമാണത്. ശബരിമലയിലും ആ പ്രതിഷ്ഠ അല്ലേ, നാഷ്ടിക ബ്രഹ്മചാരി, അതുകൊണ്ടൊരു ആചാരം. പക്ഷെ ഈ സ്ത്രീകൾക്ക് പ്രവേശനം കൊടുക്കാത്ത വേറെ മതങ്ങളില്ലേ? ഇസ്ലാമില് പള്ളിയിൽ കയറ്റും. അപ്പൊ ഈ വാദം അവര് ജിഹാദികൾ തന്നെ നോക്കിയാൽ മതി. ബുദ്ധമതത്തില് സ്ത്രീകളെയൊക്കെ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ശബരിമലയുടെ കാര്യം പറഞ്ഞു വരണ്ട. 5-ാമത്തത് ഇവരുടെ വാദം, ശാസ്താ വിഗ്രഹം ഗാന്ധാര ശൈലിയിലുള്ള ബുദ്ധ വിഗ്രഹമാണ് ഒരു വാദം. അങ്ങനെ നമ്മൾ കണ്ടിട്ടില്ലല്ലോ, ബുദ്ധ വിഗ്രഹങ്ങളൊന്നും തന്നെ നമ്മൾ കണ്ടിട്ടില്ലല്ലോ. അതാ പറഞ്ഞു വരുന്നത്. അപ്പൊ ഗാന്ധാര ശൈലി എന്ന് പറഞ്ഞാല് ഗ്രീക്ക്, ഹെല്ലനിക് ആണ്. അങ്ങനെയാണെങ്കിൽ ഇത് സമ്മതിക്കുകയാണെങ്കിൽ ഗ്രീക്ക് ദൈവമാണ് അയ്യപ്പൻ എന്ന് പറഞ്ഞാൽ എവിടെ കൊണ്ടെത്തിക്കുന്നത്? അപ്പോ ശാസ്താവ് എങ്ങനെയാണ് ഗ്രീക്ക് ദൈവമാവുന്നത്? ഗാന്ധാരം എന്ന് പറഞ്ഞാല് പണ്ട് കശ്മീരിന്റെ കീഴിലായിരുന്നു ഗാന്ധാരം. ഗാന്ധാരം എന്ന് പറഞ്ഞാല് നമ്മുടെ കാണ്ഡഹാർ, അഫ്ഗാനിസ്ഥാനിലെ കശ്മീരിന്റെ കീഴിലായിരുന്നു. അപ്പൊ മഹായാനം ശക്തി പ്രാപിച്ച സ്ഥലമാണ് കശ്മീര്. അപ്പോ ഈ പറയുന്നതിൽ ഒരു കഥയുമില്ല ഇത് ഗാന്ധാര ശൈലിയാണെന്ന്. കാരണം കശ്മീരിന്റെ കീഴിലാണല്ലോ ഗാന്ധാരം. കശ്മീർ ശൈലി എന്ന് പറഞ്ഞാൽ പിന്നെയും കൊള്ളാം. അത് ഹിന്ദുക്കൾ ഭരിച്ചിരുന്ന സ്ഥലമല്ലേ കശ്മീര്. അതും പൊളിഞ്ഞു. 6-ാമത്തത്, സവിശേഷ വിഗ്രഹ രീതി ആണ് അയ്യപ്പനുള്ളതെന്ന്. എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഇരിക്കുന്നത്, അതാണല്ലോ രഹന ഫാത്തിമ ഇങ്ങനെ ഇരിക്കുന്ന ഒരു പടം, കുന്തിച്ചിരിക്കുന്ന പടം പണ്ട് 2018 പ്രസിദ്ധീകരിച്ചത്. അപ്പോ സവിശേഷ വിഗ്രഹ രീതിയാണ് അയ്യപ്പൻ എന്ന്. ഇങ്ങനെ ഇരിക്കുന്ന ഒരു വിഗ്രഹം അയ്യപ്പൻ മാത്രമേ ഉള്ളൂ. സമ്പൂർണ്ണ അസംബന്ധമാണ്. ഇവർക്ക് ഹിന്ദു പുരാണത്തിനെ പറ്റിയൊക്കെ വലിയ വിവരമുണ്ടോ? അതായത് ബുദ്ധരാജ്യങ്ങളിൽ ശാസ്താവിന്റെ വിഗ്രഹം ഇല്ലല്ലോ. ഇത് ബുദ്ധൻ ഇങ്ങനെയാണെങ്കിൽ ശാസ്താവിന്റെ വിഗ്രഹങ്ങളൊന്നും ബുദ്ധരാജ്യങ്ങളിൽ ഇല്ല. പക്ഷേ ഹംപിയില്ലേ, കർണാടകയിലെ ഹംപിയിൽ നമ്മൾ പോയാല് 6.7 മീറ്റർ ഉയരമുള്ള നരസിംഹ വിഗ്രഹം യോഗ പട്ടബന്ധനത്തിൽ ഇതുപോലെ ഇരിക്കുന്ന നരസിംഹമാണ്. അതിന് യോഗ പട്ടബന്ധനം എന്നാണ് പറയുന്നത്. ഈ അയ്യപ്പന്റെ സനാതനമാണത്. അല്ലാതെ അതിൻ്റെ അകത്ത് വേറെ സവിശേഷതയൊന്നുമില്ല. യോഗ പട്ടബന്ധനത്തിലാണ് അയ്യപ്പൻ ഇരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് നരസിംഹം ഹംപിയില് ഇങ്ങനെയാണ് ഇരിക്കുന്നത്. പത്മനാഭസ്വാമി ക്ഷേത്രമില്ലേ തിരുവനന്തപുരം, അവിടെ നിന്ന് കയറി നോക്കണം. ഈ ജിഹാദി അജണ്ടയുള്ള ഇവര് മാർക്സിസ്റ്റുകളും അവിടെയുണ്ട് നരസിംഹമൂർത്തി. ഇങ്ങനെ യോഗ പട്ടബന്ധനത്തിലാണ് പത്മനാഭസ്വാമി ക്ഷേത്രത്തിന്റെ അകത്ത് നരസിംഹം ഇരിക്കുന്നത്. ഇതുപോലെയാണ് ഇരിക്കുന്നത്. അപ്പോൾ സാർ ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഈ ജിഹാദികൾക്ക് ഇതിന് പുറകിലുള്ള അജണ്ട എന്തായിരിക്കും? എന്തിനാണ് ഇങ്ങനെ ഒരു സംവാദം അല്ലെങ്കിൽ ഒരു ചർച്ച ഇപ്പൊ കൊണ്ടുവരുന്നത്? ഗുരുവായൂരിൽ ഇടക്കിടക്ക് ചില മുസ്ലിം വനിതകൾ പ്രത്യക്ഷപ്പെടുന്നതിന്റെ പിന്നിലെ അജണ്ട എന്താ? കുളത്തില് റീല്, അതിന് മുമ്പ് കൃഷ്ണന്റെ പടം വരച്ചു കൊടുത്തിട്ട് അതുമായിട്ട് നടക്കുന്ന ഒരു സ്ത്രീ, അവരെ പ്രോത്സാഹിപ്പിക്കുന്ന തന്ത്രി,
ഇതൊക്കെ അജണ്ടയുടെ ഭാഗമാണല്ലോ. ഒരു സ്ഥലം മാത്രമല്ല. ഞാനിപ്പോ അയ്യപ്പന്റെ കാര്യം പറയുന്നു, ഗുരുവായൂരും പല സ്ഥലത്തും ഈ അജണ്ട നടക്കുന്നുണ്ട്. അപ്പൊ ഈ യോഗപ്പെട്ട ബന്ധനത്തിൽ ലോകത്ത് ഇന്ന് വരെ ഒരു ബുദ്ധ വിഗ്രഹവും ഇല്ല. അയ്യപ്പന്റെ ഇങ്ങനെയാണത്. അപ്പോ ബുദ്ധ വിഗ്രഹം എങ്ങനെയാണെന്നറിയോ? ഡോക്ടർ PK ബാലകൃഷ്ണൻ പറഞ്ഞിരിക്കുന്നത് പത്മാസനം, പിന്നെ ധ്യാനമുദ്ര, മടിയിൽ ഹസ്തതലം, ഒന്നിനു മേൽ ഒന്നായിട്ട് ഹസ്തതലം, ഇങ്ങനെ ഉള്ള ആസനം, നമ്മൾ യോഗപ്പെട്ട ബന്ധനം എന്ന് പറഞ്ഞത്. ബുദ്ധവിഗ്രഹങ്ങൾ ഒക്കെ സാധാരണഗതിയിൽ ഇവിടെ കാവുകൾക്കടുത്തും ശിവക്ഷേത്രങ്ങൾക്കടുത്തു നിന്നുമാണ് കിട്ടിയത്. നേരത്തെ പത്മജ ചോദിച്ചതിൻ്റെ ഉത്തരത്തിലേക്ക് വരികയാണ്. കേരളത്തിൽ ബുദ്ധവിഗ്രഹങ്ങൾ കിട്ടിയതൊക്കെ കാവുകൾക്കും ശിവക്ഷേത്രങ്ങൾക്കും അടുത്ത് നിന്നാണ്. ബുദ്ധവിഹാരം എന്നല്ലല്ലോ അതിൻ്റെ അർത്ഥം. എന്തുകൊണ്ടാണെന്നറിയാമോ? കേരളത്തിലെ ബുദ്ധമതം അതിൻ്റെ തുടക്കകാലത്തല്ല, പിന്നീടുള്ളൊരു കാലത്ത് ഹിന്ദുമതത്തിൽ നിന്നുള്ള ഭാഗങ്ങളും കൂടിയൊക്കെ ചേർത്ത് പാലിക്ക് പകരം സംസ്കൃതവും കൂടിയൊക്കെ സംസാരിക്കുന്ന തരത്തിൽ ബുദ്ധമതം ഇത് ഹിന്ദുമതത്തിൽ നിന്നും കൂടി കാര്യങ്ങൾ എടുത്തപ്പോൾ അതിൽ ഹിന്ദു ദേവതകളും വന്നു. വജ്രായന ബുദ്ധമതം അതാണ് കേരളത്തിൽ വന്നത്. വജ്രായനത്തിൽ സംസ്കൃതവും ഉണ്ട്, സനാതനവും ഉണ്ട്, നമ്മുടെ ദേവീ ദേവന്മാരും ഉണ്ട്. അതുകൊണ്ടാണ് ഇവിടെ കിട്ടിയ ബുദ്ധവിഗ്രഹങ്ങൾ മുഴുവൻ ഭഗവതിമാരുടെ കാവുകളില്ലേ അതിൻ്റെ അടുത്തുനിന്നും ശിവക്ഷേത്രത്തിന്റെ അടുത്തുനിന്നും ആയത്. ഇതാണ് കേരളത്തിലെ ബുദ്ധമതത്തിന്റെ കഥ. അതും സനാതനാണ്. അല്ലെങ്കിൽ തന്നെ ബുദ്ധമതത്തിൽ 10 അവതാരങ്ങളിൽ ഒന്നായിട്ടല്ലേ വടക്കേ ഇന്ത്യയില് ബുദ്ധനെ കാണുന്നത്. എന്ന് പറഞ്ഞാൽ ഹിന്ദു മതത്തിന്റെ ഒരു ശാഖയായിട്ടാണ് ബുദ്ധമതത്തിനെ നമ്മൾ കാണുന്നത്. അദ്ദേഹം ഹിന്ദുമതത്തിൽ ഉണ്ടായിരുന്ന ഒരാൾ തന്നെയല്ലേ? അതെ, തീർച്ചയായിട്ടും. ഹിന്ദുമതത്തിൽ വേറെ എത്രയോ സമൂഹങ്ങളും ഒക്കെ ഇല്ലേ? എന്ന് പറഞ്ഞതുപോലെ ഹിന്ദുമതത്തിലെ തന്നെ ഒരു ദേവനായിട്ട് തന്നെ നമ്മൾ ബുദ്ധനെ കാണുന്നുള്ളൂ. പിന്നെ അയ്യപ്പന്റെ ഇരിപ്പ് ബുദ്ധനെ പറ്റിയാണ് ആണെന്നൊന്നും പറയണ്ട. അത് കാട്ടിലായതുകൊണ്ട് ബുദ്ധനാണെന്നും ഒന്നും പറയണ്ട. ഈ പറയുന്ന മുഴുവൻ അസംബന്ധമാണ്. അയ്യപ്പൻ